അൽഹംദുലില്ലാ അങ്ങനെ നമ്മുടെ ഏറ്റവും മനോഹരമായ ഒരു സമ്മേളനം ഇവിടെ സമാപിച്ചു കഴിഞ്ഞു. അത് ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുന്ന രീതിയിൽ ഇന്ത്യ കണ്ട ഏറ്റവും മനോഹരമായ ഒരു സമ്മേളനമായി അത് മാറി. ധാരാളം വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു, ജനലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. അങ്ങനെ ആ സമ്മേളനം സമാപിച്ച് തൊട്ടു പിറ്റേ ദിവസം ഉച്ചയോടടുത്ത സമയത്താണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ ഉസ്താദ് മുസ്തഫ ഷ്റഫീഖ് അക്കുപടി ക്യാമ്പ് കോർഡിനേറ്റ് ചെയ്ത് മനോഹരമാക്കിയ ഉസ്താദുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ പിറകിൽ ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങളുണ്ട്. നമുക്ക് ഈ ക്യാമ്പ് സമ്മേളനമൊക്കെ നമ്മൾ പലതും കണ്ടതാണ്. പക്ഷേ ക്യാമ്പ് ചരിത്രത്തിൽ അത്യപൂർവമാണ് എന്ന് തന്നെ പറയാം. കാരണം ഏകദേശം 30,000-ന് മുകളിലുള്ള ആളുകൾ അറ്റ് എ ടൈം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പ്, അതിന് വലിയ സജ്ജീകരണങ്ങൾ, വലിയ ഒരുക്കങ്ങൾ, വലിയ സംവിധാനങ്ങൾ, വലിയ പേപ്പർ വർക്കുകൾ, വലിയ കോണ്ടാക്ട്സുകൾ എല്ലാം ആവശ്യമുള്ള ഒന്നാണ്. അതിനെ ഒരു പന്തലിനുള്ളിലേക്ക് കൊണ്ടുവന്ന് അവരോട് രാവും പകലും എന്ന കണക്കെ അവരെ ഒരു സ്കൂളിൽ എന്ന പോലെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ചെറിയ ഒരു പരിശ്രമമല്ല. അത് വലിയ വിജയമായി ചരിത്രത്തിലേക്ക് ഇടം പിടിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഉസ്താദ് മുസ്തഫ അഷ്റഫി ഉസ്താദ് ഇപ്പം നമ്മുടെ കൂടെ ചേർന്നു. ഉസ്താദെ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പം നമ്മുടെ മുഖത്തൊക്കെ ഒരു ക്ഷീണമുണ്ട്. കാരണം നമ്മളൊക്കെ കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ പിറകെ തന്നെ പോവാണ്. ഇപ്പോൾ നമ്മൾ ഈ സമ്മേളനമൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പം എന്താണ് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവുമല്ലോ. സത്യം പറഞ്ഞാൽ എന്നോട് വരുമ്പോൾ സങ്കടം വരികയാണ്, ഒരു കരച്ചിൽ വരുന്നൊരവസ്ഥയാണ് പോകുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇവിടെ ആളുകളിങ്ങനെ വന്നിരുന്ന് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒരു 40,000-ത്തിലധികം ആളുകൾ നമ്മളെ ക്യാമ്പിലേക്ക് എത്തിച്ചവരും, അതിന് പുറമെ വിക്കായ, ത്വലബ, നമ്മളെ മീഡിയ വിങ്, പിന്നെ മറ്റു ഓഫീസ് ടീം, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ, ഒരു 40,000 50,000-ത്തിൻ്റെ അടുത്ത ആളുകൾ ഇങ്ങനെ 5-6 ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടി പോയി. ഇന്നിവിടെ രാവിലെ വന്ന് നോക്കുമ്പോൾ ആരുമില്ലാത്തൊരവസ്ഥ കാണുമ്പോൾ മനസ്സിന് സത്യത്തിൽ നല്ലൊരു പ്രയാസം, വിഷമം. നമ്മൾ ഈ സാധാരണ ഉംറക്കൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോഴൊരവസ്ഥ. അതോടൊപ്പം ഇന്ന് ഗ്രൂപ്പിലൊക്കെ നോക്കുമ്പോൾ അവരുടെയൊക്കെ ഫീഡ്ബാക്കുകളൊക്കെ അങ്ങനെയാണ്. അവരിങ്ങനെ കരഞ്ഞ് പറയും പോലെ അതിൽ ഉംറക്ക് പോയ ആൾക്കാരുണ്ട്, ഹജ്ജിന് പോയ ആൾക്കാർ പറയുകയാണ്, ഞങ്ങളിങ്ങനെ ക്യാമ്പ് സെറ്റിലിരിക്കുമ്പോൾ ആ ബാക്കിലെ ടെൻറ്റുകളിങ്ങനെ കാണുമ്പോൾ മീനെ പോലെയാണ് തോന്നുന്നു. പിന്നെ അവസാനം അറഫീക്ക് പോകുന്ന രംഗമുണ്ട്. അറഫി ചെന്നതുപോലെ തന്നെ അവിടെ അങ്ങനെ ആ സമ്മേളന നഗരിലിരിക്കുമ്പോൾ ഒത്തിരി ജനലക്ഷങ്ങൾ അറഫി ചെന്നൊരവസ്ഥ. ശരിക്കൊരു ഹജ്ജിനെ പോലെ തുലന ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ അവിടെ പോകുന്ന ആ രംഗം, അതേ ഒരു രംഗം ഫീൽ ചെയ്തു. തിരിച്ചു പോകാൻ കഴിയുന്നില്ല. അപ്പം ഇന്നിങ്ങനെ വിളിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ട്, സാറേ ഒരു 2 ദിവസം കൂടി നീട്ടിക്കൂടായിരുന്നില്ലേ ക്യാമ്പ്? ഞങ്ങളുടെ മനസ്സൊക്കെ വല്ലതാണ് കൂടിച്ചേർന്ന് പോയി, ഒരു കുടുംബം പോലെ ആയിപ്പോയി എന്നിങ്ങനെ പറയുമ്പോൾ സത്യം നിങ്ങൾ പറഞ്ഞൊക്കെ നല്ല ക്ഷീണുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 10-12 ദിവസമായെങ്കിൽ അതിലുപരി ഏകദേശം ഒരു 3.5-4 മാസമായി ഉറക്കൊഴിച്ച് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. പക്ഷെ ആ ഒരു ക്ഷീണത്തേക്കാളുപരി ഇവിടെ ഇങ്ങനെ ഈ രംഗം ആലോചിക്കുമ്പോൾ, ഇവിടെ വന്ന ആളുകളെ രംഗമൊക്കെ ആലോചിക്കുമ്പോൾ, ഒരു ഫീഡ്ബാക്കൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമായി. ആ ഒരു ക്ഷീണമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അൽഹംദുലില്ലാ എല്ലാം കൊണ്ട് റാഹത്തായിട്ടുണ്ട്. ഒരു ക്യാമ്പിൻ്റെ ഒരു തുടർ പ്രക്രിയ ഇനി ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇന്ന് ഗ്രൂപ്പിൽ അധികം പേര് ആവശ്യപ്പെട്ട ഒരു വിഷയമാണ്, നമ്മൾ ക്യാമ്പ് ഇവിടെ സമാപിക്കാൻ പാടില്ല, ക്യാമ്പിൻ്റെ ശേഷം ഇനിയും ക്യാമ്പിന് തുടർ സംഭവം വേണം. നമ്മൾ പ്രീ ക്യാമ്പ് ഉണ്ടായതുപോലെ ഈ ക്യാമ്പിൻ്റെ ശേഷം ഒരു ആഫ്റ്റർ ക്യാമ്പിൻ്റെ ശേഷമുള്ളൊരു ക്യാമ്പ് നിലക്കുള്ള സിസ്റ്റം ഇവിടെ കൊണ്ടുവരണം എന്നെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ്മാരാണ് അതിനെക്കുറിച്ച് ലാസ്റ്റ് അഭിപ്രായം പറയേണ്ടത്. അവരഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ്. ദായിമാർ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുക? അത് നാസിഹ്യങ്ങൾ ഇൻഷാ അല്ലാഹ് അവരെ സമുദായത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ഗുണകാംക്ഷികൾ എന്നാണ് വാക്കിൻ്റെ അർത്ഥം തന്നെ നാസിഹ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സംസ്കരണ മേഖലയാണ് കാര്യമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതും പ്ലാനഡായിട്ട് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകും. അതിന് അവരുടെ ഒരു കർമ്മ പദ്ധതിയൊക്കെ തയ്യാറാണോ? തീർച്ചയായിട്ടും. അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വിക്കായ പോലെയുള്ള ആ രീതിയിലുള്ള പ്രവർത്തനമല്ല, അല്ലെങ്കിൽ ആതുര സേവന രംഗമല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് സംസ്കരണ മേഖലയാണ്. സമൂഹത്തിനുള്ള ഭിന്നിപ്പുകൾ കുറക്കുക, അതുപോലെ തന്നെ വ്യക്തികൾക്കിടയിലുള്ളതായ അനൈക്യങ്ങൾ ഇല്ലാതെയാക്കുക, സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, ഒരു സാമൂഹ്യ നന്മയുടെ മേഖലയിലേക്കാണ് ഇവരെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തു പറയുന്നു? ആരായിരുന്നു നിങ്ങളുടെ ടീം ലീഡർ? ആരാ നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ? വളരെ ഭംഗിയായിട്ട് ക്യാമ്പ് ഭംഗിയായി നടന്നു. അൽഹംദുലില്ലാ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയായി. ഉസ്താദ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സങ്കടമാണ് ഇതെല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ളത്. ഞങ്ങളൊരു കുടുംബം പോലെ ഒരു 3-4 മാസം അൽഹംദുലില്ലാ ഇത് കഴിഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞ അൽഹംദുലില്ലാ എന്നാണ് ആദ്യം പറഞ്ഞത്. എത്ര പേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു?
ഞങ്ങൾ 28 പേരോളം. എന്തൊക്കെയായിരുന്നു നിങ്ങൾ വർക്ക്? ഞങ്ങള് IT പരമായിട്ട് ഇവരുടെ ഡാറ്റ കളക്ട് ചെയ്യുക, ഇവരെ ഒരുപാട് ബ്ലോക്കിലേക്ക് തിരിക്കുക, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ലോകത്തിൽ ഏതൊരു ഇവന്റ് വന്നാലും ഏറ്റെടുക്കാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇനി ഇതിനേക്കാൾ വലുത് ഇനി വരാനില്ല നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഇനി വരുന്നതൊക്കെ ഇതിനേക്കാളും ചെറുതായിട്ടായിരിക്കും. അപ്പൊ ധൈര്യത്തോടെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. വേറെ ആരാ? എന്തെങ്കിലും വ്യത്യസ്ത അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ആർക്കെങ്കിലും ഉണ്ടായ വ്യത്യസ്ത അനുഭവങ്ങൾ? അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷം. കാരണം മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാളും നമുക്കൊരു തൗഫീക്ക് കിട്ടുക എന്ന് വളരെ ജീവിതത്തിൽ കിട്ടുക എന്നുള്ള വളരെ ഒരു ഭാഗ്യം തന്നെയാണ് ഇതിനെ കാണുന്നത്. ഇന്നലെ സമ്മേളനത്തിൽ പോയപ്പോൾ ഒരാൾ തിരഞ്ഞു വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പ്രവർത്തനമൊക്കെ ഉഷാറായിട്ടുണ്ട്, ഓരോ കുട്ടികളെ കണ്ടിട്ടുണ്ട്, അപ്പം നിങ്ങളെ കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു വാപ്പയും മോനും വന്നിട്ട് സംസാരിച്ചൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ തൗഫീക്കായിട്ടാണ് അൽഹംദുലില്ലാ ഞാൻ കാണുന്നത്. ആളും ആരവവുമെല്ലാം അവസാനിച്ചും അവർ പറഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. എന്നാൽ അണിയറയിൽ ഇപ്പോഴും അതിൻ്റെ പ്രതിഫലനങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അത്തരത്തിൽ ഈ കുട്ടികളും ഈ സംവിധാനങ്ങളുമെല്ലാം ഇവിടെ തുടർന്ന് അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ മാത്രമാണ് ഈ സ്ഥലത്തോടും ഈ നഗരിയോടും യാത്രയാകുന്നത്.